വസിഷ്ഠൻ്റെ കുലത്തിൽ വന്ന് ജനിച്ചതായിട്ടുള്ള മാഗധൻ എന്ന യോഗി അതികഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിക്കുന്നു. എപ്പോഴെങ്കിലും ഈ മാഗധനുമായിട്ട് ഒരു സ്ത്രീ സംഗം ചെയ്താൽ അതിൽ നിന്നും മഹാഘോരനായിട്ടുള്ളൊരു അസുരൻ ഉത്ഭവിക്കും എന്നാണ്. അങ്ങനെയാണ് ആ മാഗധൻ്റെ അടുത്തേക്ക് മേരു പർവ്വതത്തിൻ്റെ സമീപത്തായിട്ട് ഘോര തപസ്സിൽ മുഴുകുന്നതായ മാഗധൻ്റെ സമീപം അസുരശ്രേഷ്ഠൻ ഗുരുനാഥനായിട്ടുള്ള ശുക്രമഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് അസുര പത്നിയെ പറഞ്ഞയച്ചു എന്നാണ്. അവിടെ തൻ്റെ പത്നിയോട് നിർദ്ദേശിക്കുകയാണ്, തപസ് ചെയ്യുന്ന മാഗധനെ സമീപിച്ചുകൊണ്ട് ആ മാഗധനിൽ നിന്ന് നീ ഒരു പുത്രനെ നേടിക്കഴിഞ്ഞാൽ നമ്മളുടെ വംശം ശത്രുക്കളെ മുഴുവൻ ജയിച്ച് ദുഃഖഹീനമായി തീരും. അങ്ങനെയാണ് ആ തൻ്റെ പത്നിയെ അയച്ചതും. അങ്ങനെ അവർ ആ മാഗധൻ തപസ് ചെയ്യുന്ന ഇടത്തെത്തി. വളരെയധികം പരിശ്രമിച്ചിട്ടാണ് എങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ മഹർഷിയുടെ ചിത്തത്തിനെ ചലിപ്പിക്കുക, തപസ്സിൽ നിന്ന് ഉണർത്തണം. എന്നാൽ താൻ എത്ര തന്നെ പരിശ്രമിച്ചാലും ഈ താപസനെ തപസ്സിൽ നിന്ന് ഉണർത്താൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമായി. ഇനി തൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞയച്ചത് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടാണ്. അത് നേടാതെ മടങ്ങിച്ചെന്നാൽ അദ്ദേഹത്തിന് വിഷമമാവും. അങ്ങനെയാണ് ഒടുവിൽ ആ അസുര പത്നി ഈ മാഗധൻ്റെ സമീപത്തിരുന്നു കൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങിയെന്നാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഒരിക്കൽ തപസ്സിൽ നിന്ന് ഉണരുന്നതായിട്ടുള്ള ഈ മാഗധൻ ആനക്കൂട്ടങ്ങളിലാണ്. ആനക്കൂട്ടങ്ങൾ തൻ്റെ കൂടെയുള്ള പിടിയാനകളോടൊപ്പം വിഹരിക്കുന്നതായിട്ടുള്ള കാഴ്ച കണ്ട് അദ്ദേഹത്തിന് മോഹമുണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ അസുരപത്നിയായിട്ടുള്ള വിഭൂതി മാഗധനെ സമീപിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അങ്ങയോട് സംഗമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മാഗധൻ പെട്ടെന്ന് ഒരു ഗജരൂപത്തെ സ്വീകരിച്ച് ഒപ്പം തന്നെ ആ വിഭൂതിയെ അസുരപത്നിയെയും ഗജരൂപത്തിൽ ഒരു പിടിയാനയുടെ രൂപത്തിലാക്കി തീർത്തു. അങ്ങനെ സംഗമിച്ചു. അതിൽ നിന്നുമുണ്ടായ ഒരു അസുരനാണ് ഗജമുഖാസുരൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആവിർഭവിച്ചതായിട്ടുള്ള ഗജമുഖാസുരൻ പിന്നീട് ലോകം മുഴുവനും കീഴടക്കാൻ ആരംഭിച്ചു. ദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്താൻ തുടങ്ങി. അതികഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിച്ചു ഗുരുനാഥനായിട്ടുള്ള ശുക്രൻ്റെ നിർദ്ദേശമനുസരിച്ച്. അപ്പോൾ വളരെ കാലം അതികഠിനമായിട്ടുള്ള ആ തപസ്സുകൊണ്ട് ദേവന്മാരൊക്കെ വല്ലാതെ ഭയപ്പെടുകയാണ്. ഒടുവിൽ ഭഗവാൻ ശ്രീപരമേശ്വരൻ തന്നെ ദർശനം നൽകി. മഹാദേവനെ മുന്നിൽ കാണുന്നതായ ഈ ഗജമുഖാസുരൻ സ്തുതിച്ചു. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സിംഹത്തിൻ്റെ മുന്നിൽ മറ്റ് മൃഗങ്ങൾ എപ്രകാരമാണോ, മറ്റ് ചെന്നായ്ക്കളെ പോലുള്ളവരൊക്കെ സിംഹത്തിൻ്റെ മുന്നിൽ നിസ്സാരങ്ങളാണ്, അതേപോലെ ഇന്ദ്രാദി ദേവന്മാരൊക്കെ എന്നോട് യുദ്ധം ചെയ്താൽ പരാജയപ്പെടണം എന്നൊക്കെ ആണ് വരം നേടിയത്.
ആയുധങ്ങളെ കൊണ്ട് എനിക്ക് മരണം സംഭവിക്കരുത്. ദേവന്മാർ, മനുഷ്യർ, അസുരന്മാർ, രക്ഷസ്സുകൾ, മൃഗങ്ങൾ, ഇവരിൽ നിന്നൊന്നും മരണം സംഭവിക്കരുത്. ഈ ജഗത്ത് മുഴുവനും എൻ്റെ ആജ്ഞ കേട്ടിട്ട് പ്രവർത്തിക്കണം. ഇനി എപ്പോഴെങ്കിലും ഭഗവാന് മായാരൂപം സ്വീകരിക്കവേ ഉണ്ടാകുന്ന ഒരു പുത്രന് മാത്രമേ എന്നെ നിഗ്രഹിക്കാൻ കഴിയൂ. അങ്ങനെ എന്നെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു ശരീരം സ്വീകരിക്കേണ്ടതായി വരരുത്. ഇങ്ങനെയൊക്കെ വിചിത്രങ്ങളായ വരം നേടിയ ഈ അസുരൻ ആ വരങ്ങളൊക്കെ പ്രദാനം ചെയ്തു. മഹാദേവൻ അന്തർധാനം ചെയ്തു. പിന്നീട് ദേവന്മാരെയൊക്കെ കീഴടക്കി, ലോകം മുഴുവനും കീഴടക്കി ഭരിക്കാൻ തുടങ്ങി. വിചിത്രകാമിക എന്ന അസുര സ്ത്രീയെ വിവാഹം ചെയ്തുകൊണ്ട് ജഗത്ത് മുഴുവനും ശാസിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ദേവന്മാരൊക്കെ വളരെ സങ്കടത്തിലായി. എല്ലാവരും ചേർന്ന് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. പ്രണമ്യ ദണ്ഡവൽ ഭക്തിയ തുഷ്ടുർ വിവിധൈസ്തവൈ പ്രസന്ന പരമേശാന പപ്രശാഗമനം ഹരിം കൈലാസപർവ്വതശ്രേഷ്ഠം പ്രാപ്യ നന്ദീശ്വരാജ്ഞയ. എല്ലാ ദേവന്മാരും ചെന്ന് ശ്രീപരമേശ്വരനെ സ്തുതിച്ച് സന്തോഷിപ്പിച്ചു. ഭഗവാനെ, ഞങ്ങളെ ഈ അസുരൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഗജമുഖാസുരൻ്റെ ദ്രോഹമേറ്റുവാങ്ങി നിവൃത്തിയില്ലാതെ എല്ലാവരും ചേർന്ന് സങ്കടം അറിയിക്കവേ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവരെ മടക്കി അയച്ചു. പിന്നീട് ഭഗവാൻ ദേവിയോടുകൂടി ഒരു ഉദ്യാനത്തിൽ പ്രവേശിച്ചു എന്നാണ്. വിചിത്രമായിട്ടുള്ള ഒരു ഉദ്യാനം, ധാരാളം ഹരിചന്ദനവും പാരിജാത വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞതായൊരു ഉദ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ ആ ദേവിയോടുകൂടി ഇരിക്കുന്നതായ സമയത്ത് ഒരു ലീല എന്ന വണ്ണം എന്നാണ്. പെട്ടെന്ന് ഭഗവാൻ രണ്ട് ഗജരൂപികളായിട്ട്, ഗജദമ്പതികളായിട്ട്, ഒരു കൊമ്പനാനയും ഒരു പിടിയാനയുമായിട്ട് മാറിയെന്നാണ്. അങ്ങനെ ഗജരൂപികളായി മാറിയ ആ ദമ്പതിമാർ കുറച്ച് സമയം ആ വനത്തിൽ കൂടി, ഉദ്യാനത്തിൽ കൂടിയിട്ട് അങ്ങനെ സഞ്ചരിച്ചു, രമിച്ചു. അപ്പോൾ ഇവിടെ ദേവിക്ക് അത്ഭുതം തോന്നിയെന്നാണ്. എന്താണ് ഇങ്ങനെ വരാൻ കാരണം? അപ്പോൾ പറഞ്ഞു, ഇത് ലോക ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചു എന്നാണ്. നമുക്ക് ഇപ്പം ശിവപുരാണത്തിലൊക്കെ ഗണപതി ഉത്ഭവത്തെക്കുറിച്ച് പല കഥകളുണ്ട്. ഗണേശപുരാണത്തിൽ, ഉപപുരാണമായിട്ടുള്ള ഗണേശപുരാണത്തിൽ ഗണപതിയുടെ വ്യത്യസ്തങ്ങളായ അവതാരങ്ങളെക്കുറിച്ച് പറയും. അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു സന്ദർഭമാണ് ഇനി ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൽ കാണാം. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ ആ ഒരു നാമം വരുന്നത്. ലളിതാ പരമേശ്വരി നാമങ്ങളെ പറയുന്ന സമയത്ത് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര, അത് ലളിതോപാഖ്യാനത്തിൽ വരുന്നൊരു കഥയാണ്. ഭണ്ഡാസുരൻ എന്ന അസുരൻ്റെ കഥയുമായി ബന്ധിപ്പിച്ചിട്ടാണ് അവിടെ ഗണേശൻ്റെ ആവിർഭാവം. അപ്പോൾ ഇത് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളാണ് എന്നർത്ഥം. ഇവിടെ ഈ പാർവതീ പരമേശ്വരന്മാർ, ദേവിയും മഹാദേവനും മഹാദേവിയും ആനകളുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് കുറച്ച് നാൾ രമിക്കുകയും അതിൽ നിന്നും ആവിർഭവിച്ചതായ ഗണപതി എന്നാണ്. ഗജമുഖനായിട്ട് തന്നെയാണ് അവിടെ ആവിർഭാവം. എന്നാൽ ശിവപുരാണത്തിൽ കാണുന്ന ഗണേശൻ മറ്റൊന്നാണ്. പാർവതി സങ്കല്പിച്ച് സൃഷ്ടിച്ചതായ രൂപമാണ്. അവിടെ അവതാര സമയത്ത് ആനയുടെ മുഖമല്ല, ഗജാനനൻ അല്ല. പിന്നീട് യുദ്ധത്തിൽ ഭഗവാൻ തന്നെ ശിരച്ഛേദം ചെയ്ത് വീണ്ടും ആ കുട്ടിയെ, ഗണേശനെ ജീവിപ്പിക്കുമ്പോഴാണ് ഗജമുഖനായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു കഥ ശിവപുരാണത്തിൽ കാണാം. ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്, മറ്റൊരു സന്ദർഭമാണ്. അങ്ങനെ ദമ്പതികളായിട്ട് മഹാദേവനും മഹാദേവിയും വിഹരിക്കവേ ആവിർഭവിച്ചതായ ദേവൻ ഗജമുഖൻ,
ഗണേശൻ എന്നാണ്.